അവൾ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നെറ്റിയിൽ രാഹുൽ മുഷ്ടി ചുരുട്ടി എന്നെ ഇടിച്ചതാണ്. പല ഭാഗങ്ങളിലും ഇതേപോലെ മുഷ്ടി ചുരുട്ടി അവൻ ഇടിച്ചു. കീഴ്ച്ചുണ്ട് താഴേക്ക് വലിച്ച് അവൻ്റെ ഫിംഗർ, അതിൻ്റെ നഖം അതിൻ്റെ ഉള്ളിൽ കടത്തി ഞെരുക്കി. മൊബൈൽ ചാർജറിൻ്റെ ആ റോപ്പ് അത് കഴുത്തിൽ ചുറ്റി വലിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. കുനിച്ച് നിർത്തി അവൻ ഇടിച്ചു. അവൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും വലിച്ചിഴച്ച് കൊണ്ടുവന്ന് ബെൽറ്റ് കൊണ്ട് അടിച്ചു. അസാധ്യമെന്ന് കരുതുന്നത് ഇനി സാധ്യമാകും. ഹാട്രിയിലൂടെ ഹാട്രി ഹെയർ ട്രാൻസ്പ്ലാന്റ് ആൻഡ് PRP ക്ലിനിക്. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈയിടെ വിവാദമായ സ്ത്രീധനത്തിൻ്റെ പേരിൽ മൃഗീയമായ പീഡനം ഏറ്റുവാങ്ങിയ ഒരു യുവതിയുടെ വീടിൻ്റെ പരവൂരുള്ള സ്വന്തം വീടിൻ്റെ ഫ്രണ്ടിലാണ്. ശരിക്കും ഒരു വിങ്ങലോടെ അല്ലാതെ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് നിൽക്കാനായി സാധിക്കില്ല. കാര്യം ഒരു അച്ഛനും അമ്മയ്ക്കും ഒരു മാതാപിതാക്കൾക്ക് ഒരു പെൺകുട്ടി ജനിച്ച അന്ന് മുതൽ അവളെ വളർത്തുന്ന, സ്കൂളിൽ വിടുന്നത്, ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ കോളേജ് പോകുന്നത്, ഒരു സൊസൈറ്റിയിലേക്ക് ഇറക്കി വിടുന്നത് മുതൽ വേവലാതിയായിരിക്കും ആ കുട്ടിയുടെ ജീവിതം എങ്ങനെ ആയിരിക്കും. ശരിക്കും ഭൂതം നിധി കാക്കുന്ന പോലെ കാത്തു സൂക്ഷിച്ചാണ് ഓരോ പെൺകുട്ടികളെയും അച്ഛനും അമ്മയും വളർത്തുന്നത്. അവളെ ഒരു ഏജ് ആവുമ്പോൾ ഒരാളുടെ കയ്യിൽ വിശ്വസിച്ച് കൈപിടിച്ച് ഏൽപ്പിക്കുമ്പോൾ ഒരു 100 ആശകളും പ്രതീക്ഷകളും വിശ്വാസവും ഒക്കെ ആയിരിക്കും. പക്ഷേ അതൊക്കെ തല്ലി തകർപ്പണമായ ഒരു നിമിഷമാണിത്. ശരിക്കും ഒരു വേദനയോടെ അല്ലാതെ ഈ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റില്ല. അച്ഛാ, എന്ത് ചോദിക്കണം, എങ്ങനെ സംസാരിക്കണം എന്നൊന്നും എനിക്കറിയില്ല. കാര്യം ഞാനും ഒരു പെൺകുട്ടിയാണ്. കുറച്ച് കാലങ്ങൾക്ക് ശേഷം എനിക്കും ഒരു വീട്ടിലേക്ക് കയറി ചെല്ലേണ്ട അവസ്ഥ വരും. അപ്പോൾ എൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കും, എന്താ നടക്കുന്നൊന്നും അറിയില്ല. ഇനിയും ഒരു പെൺകുട്ടിക്ക് ഇങ്ങനൊരു അവസ്ഥ വരരുത് എന്നൊരു രീതിയിൽ അച്ഛൻ എന്താ പറയാനുള്ളത്? നമ്മൾ എപ്പോഴും പറയാറുണ്ടത് ഇനി ഒരു പെൺകുട്ടിക്കും ഇതേപോലുള്ള ഒരവസ്ഥ വരരുത്. പക്ഷെ അത് വീണ്ടും വീണ്ടും വരുന്നു. ഏതായാലും എൻ്റെ മകൾക്ക് സംഭവിച്ചതുപോലെ ഇനി ഒരാൾക്കും സംഭവിക്കാതിരിക്കാനായിട്ടാണ് ഞാൻ ഈ നിയമ നടപടിയിലേക്ക് പോകുന്നത്. ഞാനത് പോലീസ് സ്റ്റേഷനിൽ, പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതും അത് ജനമറിയണം, ഇതേപോലുള്ള ഭീകരന്മാർ അവർക്ക് ശിക്ഷ നൽകുന്ന തരത്തിലുള്ള നടപടികൾ ഉണ്ടാവണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ പല രക്ഷാകർത്താക്കളും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒതുക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഞാനത് ഒതുക്കി വയ്ക്കുന്നില്ല. ശരിക്കും 7ാം ദിവസം, കല്യാണം കഴിഞ്ഞ് 7ാം ദിവസം മറുവീട് കാണാൻ പോകുമ്പോഴാണ് ഇങ്ങനൊരു അവസ്ഥ അറിയുന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ചേച്ചി പ്രതികരിച്ചിരുന്നത്, നിങ്ങളോട് ആ കാര്യം പറഞ്ഞത്? ഞങ്ങൾ 12ാം തീയതി ആണ് ഈ അടുക്കള കാണൽ ചടങ്ങ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ കുറേ മധുര പലഹാരങ്ങളുമായിട്ട് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ഈ കുട്ടിയുടെ മുഖം വല്ലാതെ വികൃതമായിരിക്കുന്ന തരത്തിലാണ് കാണാൻ കഴിയുന്നത്. അത് ചോദിച്ചപ്പോൾ കുളിമുറിയിൽ വീണതാണ് എന്നാണ് ആദ്യം പറഞ്ഞത്. പക്ഷേ ഞങ്ങൾക്ക് ബലമായ സംശയം അതിലുണ്ടായിരുന്നു. അതുകൊണ്ട് കുട്ടിയോട് ഞങ്ങൾ പറഞ്ഞു, മോളെ സത്യസന്ധമായിട്ട് തുറന്ന് കാര്യങ്ങൾ പറയും. നീ കുളിമുറിയിൽ വീണതായിട്ടല്ല ഞങ്ങൾക്ക് തോന്നുന്നത്. നീ വല്ലാതെ ഭയപ്പെട്ടിട്ടുണ്ട്. നിൻ്റെ മുഖം വികൃതമാണ്, നിൻ്റെ നെറ്റി മുഴച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ട് അതിൽ എന്ത് സംഭവിച്ചാലും അത് ഞങ്ങൾ അച്ഛനും അമ്മയും അത് നോക്കും, നീ പറയും. അങ്ങനെയാണ് അവൾ ഉണ്ടായ സംഭവങ്ങൾ പൂർണ്ണമായിട്ടും പറയുന്നത്. എന്തൊക്കെയാണ് ഉണ്ടായത്? ഞാൻ പല ചാനലുകളോടും ആവർത്തിച്ച് പറഞ്ഞതാണ്. അത് ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ വന്നിട്ടുണ്ട്. എങ്കിലും ഞാൻ പറയുകയാണ്, അവൾ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നെറ്റിയിൽ ഈ മുഴ രാഹുൽ മുഷ്ടി ചുരുട്ടി എന്നെ ഇടിച്ചതാണ്. പിന്നെ തലയ്ക്ക് പല ഭാഗങ്ങളിലും ഇതേപോലെ മുഷ്ടി ചുരുട്ടി അവൻ ഇടിച്ചു. പിന്നീട് അവൻ കീഴ്ച്ചുണ്ട് താഴേക്ക് വലിച്ച് അവൻ്റെ ഫിംഗർ, അതിൻ്റെ നഖം അതിൻ്റെ ഉള്ളിൽ കടത്തി ഞെരുക്കി. പിന്നീട് മൊബൈൽ ചാർജറിൻ്റെ ആ റോപ്പ് അത് കഴുത്തിൽ ചുറ്റി വലിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. പിന്നീട് കുനിച്ച് നിർത്തി അവൻ ഇടിച്ചു. അവൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും വലിച്ചിഴച്ച് കൊണ്ടുവന്ന് ബെൽറ്റ് കൊണ്ട് അടിച്ചു. പിന്നീട് മലർത്തിക്കിടത്തി അവളെ കരണക്കുറ്റി കടിച്ചു. അതോടുകൂടി അവളുടെ ബോധം നഷ്ടപ്പെട്ടിരുന്നു. ഇതാണ്
അവൾ പറഞ്ഞു. പിന്നെ ബോധം പിന്നെ തെളിഞ്ഞ് കിട്ടുന്നത് ആശുപത്രിയിലായി ചെന്നപ്പോഴാണ്. ഇതാണ് അവൾ പറഞ്ഞ സംഭവം. കല്യാണത്തിന് മുമ്പ് എത്ര പവൻ കൊടുക്കാം, സ്ത്രീധനം എത്ര കൊടുക്കാം എന്നായിരുന്നു പറഞ്ഞിരുന്നത്? ഞങ്ങളുടെ ഡിമാൻഡ് എന്താണെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ എൻ്റെ മകൻ്റെ പൊസിഷൻ, അവൻ്റെ ശമ്പളമൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ കൊടുക്കുമല്ലോ എന്നാണ് പറഞ്ഞത്. നിങ്ങൾ എത്ര കൊടുത്തത്? ഞങ്ങൾ 70 പവൻ്റെ സ്വർണം കൊടുത്തു. ഈ പ്രശ്നത്തിന് ശേഷം അവർ എത്രയാ ചോദിച്ചത്? അല്ല, ചോദിച്ചതല്ല, അതായത് ഇത് പോരാ എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചത്. കാറ് അങ്ങനെയുള്ളതൊക്കെ കിട്ടുമായിരുന്നു എന്ന് പ്രതീക്ഷിച്ചു. അതിൻ്റെ പുറത്താണ് ഇങ്ങനൊരു പീഡനം നടക്കാനിടയായത്. അതെ. ആ ചേച്ചിയുടെ അവസ്ഥ ഇപ്പം എങ്ങനെയുണ്ട്? ചേച്ചിയുടെ അവസ്ഥ മാനസികമായിട്ട് തളർന്നിരിക്കുകയാണ്. അവൾക്ക് തലയ്ക്ക് വല്ലാത്ത ഭാരവും വേദനയുണ്ട്. കൗൺസിലിംഗ് ഒന്നും നടത്തിയെങ്കിലും വീണ്ടും കൗൺസിലിംഗ് നടത്തണം, ആശുപത്രിയിൽ പോകേണ്ടതുണ്ട്. അപ്പോൾ ഇന്നലെയും മിനിയാന്നെയൊക്കെ ഞങ്ങൾ ആശുപത്രിയിൽ പോകാൻ ശ്രമിച്ചപ്പോൾ ആണ് ഇവിടെ പലരും വരുന്നു, അതുകൊണ്ട് ഇവിടെ ഉണ്ടാകണം എന്ന് പറഞ്ഞതുകൊണ്ട്, അതായത് ACP വരുന്നുണ്ട്, അദ്ദേഹം മൊഴിയെടുക്കണം, പിന്നീട് യുവജന കമ്മീഷൻ വന്നു. അപ്പോൾ അവരൊക്കെ വരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ആശുപത്രിയിൽ പോകാനുള്ള സൗകര്യം കിട്ടിയില്ല, സമയം കിട്ടിയില്ല. നിങ്ങൾ ആദ്യം പന്തിരാങ്കാവ് പോലീസ് സ്റ്റേഷനിലാണ് പോയത്. അപ്പോൾ പോലീസുകാരൻ രാജേഷ് എന്ന് പറയുന്ന വ്യക്തി വളരെ മോശമായിട്ടാണ് നിങ്ങളോട് പ്രതികരിച്ചത്. രാജേഷ് എന്നല്ല അദ്ദേഹത്തിൻ്റെ പേര്, വേറൊരു പേരാണ്. അദ്ദേഹത്തെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തല്ലോ. ഞങ്ങൾ പന്തിരാങ്കാവ് പോലീസ് സ്റ്റേഷനിലാണ് ഈ പരാതി കൊടുത്തത്. പക്ഷേ അദ്ദേഹം ഇത് ലാഘവത്തോടു കൂടിയാണ് ഇത് കൈകാര്യം ചെയ്തത്. ഇത്രയും ക്രൂരമായ മർദ്ദനമേറ്റ ഒരു കുട്ടിയെ അദ്ദേഹം കണ്ടതാണ്. എന്നാൽ വിശദമായിട്ട് ഇപ്പം ഞങ്ങളോടൊന്ന് എന്താണ് സംഭവിച്ചത് എന്ന് പോലും ചോദിച്ചില്ല. ശരിക്കും എന്ന് വെച്ചാൽ ഞാൻ പ്രതീക്ഷിച്ചത് 307 വകുപ്പ് ഇട്ട് ഇവനെ അറസ്റ്റ് ചെയ്യും. അന്ന് അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ളൊരു കോലാഹലങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പോലും ഒരു പരാതി കൊടുക്കേണ്ട സാഹചര്യം വരില്ലായിരുന്നു. ഇത്രയും ക്രൂരമായ പോലീസുകാർ ഇപ്പോഴും ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അഭിമാനമാണ്. കാരണം ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസ് ബറ്റാലിയൻ കേരളത്തിൻ്റേതാണ്. പക്ഷേ അതിലൊന്നോ രണ്ടോ പേര് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ കാണിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് പോലീസിനോട് എനിക്ക് വിശ്വാസക്കുറവില്ല. ഇപ്പോൾ ഇവിടെ ACP ഒക്കെ വന്നപ്പോൾ എത്ര നല്ല രീതിയിലാണ് അവർ പെരുമാറിയത്. അത്ര ഡീസൻ്റായിട്ടുള്ള പോലീസ് ഓഫീസേഴ്സാണ്. അതേപോലെ IG എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം എത്ര മാന്യമായിട്ടാണ് സംസാരിച്ചിരുന്നത്. അതുകൊണ്ട് എനിക്ക് പോലീസിനെ ഒന്നടങ്കം ആക്ഷേപിച്ച് പറയാൻ പറ്റുമോ? ഇല്ല. 1-2 പേര് മാത്രം. അതെ, പോലീസിൽ 1-2 പേര് അങ്ങനെ കാണിക്കുമ്പോൾ പോലീസ് മൊത്തത്തിൽ മോശമാണെന്ന് പറയുന്ന രീതി എനിക്കില്ല. ഈ മരുമകൻ രാഹുൽ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരുപാട് വേറെയും വിവാഹം കഴിഞ്ഞിട്ടുണ്ട്, മുമ്പ് വേറെയും ഭാര്യമാരുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താ അറിയാവുന്നേ? ഞാൻ പിന്നീടാണ് അറിയുന്നത്. അതായത് ഇവൻ വേറൊരു വിവാഹം കഴിച്ചിട്ടുണ്ട് എന്നും ആ വിവാഹ ബന്ധം വേർപെടുത്തിയിട്ടില്ല എന്നും, അങ്ങനെ വിവാഹ ബന്ധം വേർപെടുത്താതെയാണ് എൻ്റെ മകളെ വിവാഹം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു വിവാഹ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. പിന്നെയും വേറെയും വിവാഹ ബന്ധങ്ങളിൽ ഇവൻ ഏർപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ വിവാഹ നിശ്ചയം കഴിഞ്ഞ കേസുകളുണ്ട്. അപ്പോൾ തികച്ചും ഒരു വിവാഹ തട്ടിപ്പ് വീരൻ എന്നുകൂടി, അതുകൂടി അവൻ്റെ പശ്ചാത്തലം കൂടി അത് അന്വേഷിക്കേണ്ടതുണ്ട്. ഈ കല്യാണം ആലോചിക്കുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ച് ഈ പയ്യനെക്കുറിച്ചും ഫാമിലിയെക്കുറിച്ചും അന്വേഷിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ലേ? അതെന്ന് വെച്ചാൽ ഇവർ കോട്ടയത്തുകാരാണ്. അപ്പോൾ കോട്ടയത്ത് നിന്ന് വന്ന് കോഴിക്കോട് താമസിക്കുന്നവരാണ്. ഒരു 4-4.5 വർഷമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇവരെക്കുറിച്ച് നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ഡീറ്റെയിൽ കിട്ടാൻ സാധ്യത കുറവായിരുന്നു. പക്ഷേ അവനിവിടെ വന്നപ്പോൾ അവൻ്റെ പെരുമാറ്റവും അവൻ്റെ ജോലിയും അവൻ്റെ മറ്റ് പെർഫോമൻസും ഒക്കെ ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ചെറുതായിട്ട് ഒരു അന്വേഷണം നടത്തിയപ്പോഴും അത് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ഞങ്ങൾക്ക് കിട്ടിയത്. പക്ഷേ ഇപ്പോഴാണ് ഇവൻ ഒരു വലിയ ഫ്രോഡാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കല്യാണ ആലോചന എങ്ങനെയാണ് അപ്പോൾ വന്നത്? അത് മാട്രിമോണി വഴിയാണ്. മാട്രിമോണി വഴി വന്നത്. ആർക്കൊക്കെ ഇപ്പോൾ കേസ് കൊടുത്തിട്ടുണ്ട് നിലവിൽ? രാഹുലിൻ്റെ അമ്മയ്ക്കും സഹോദരിക്കുമെതിരെ. അമ്മയ്ക്ക് നല്ലൊരു റോള്, അവർക്ക് രണ്ടുപേർക്കും നല്ലൊരു റോളുണ്ട് ഇതിൽ. ഇവരൊന്നും കണ്ടിരുന്നില്ല, അറിഞ്ഞിരുന്നില്ല എന്നാണ് പറയുന്നത്. അത് വിശ്വസനീയമാണോ? ഒരു വീട്ടിൽ താമസിക്കുന്നവരല്ലേ. ഇവൾ ഇത്രയും ഒച്ച വെച്ച് കരഞ്ഞിട്ട് പോലും അവരറിഞ്ഞില്ല, കണ്ടില്ല. ഞങ്ങൾ ചെന്ന് ഈ കുട്ടിയെ കാണിക്കുമ്പോഴാണ്, ഇപ്പോഴാണ് ഞങ്ങൾ ഈ കുട്ടിയെ കാണുന്നത്, ഈ സംഭവം അറിയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോയല്ലോ? അപ്പോൾ അറിഞ്ഞില്ലേ?
നിങ്ങളുടെ വീട്ടിൽ നിന്നല്ലേ ഈ കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ അമ്മയും സഹോദരിയും ആ വീട്ടിൽ കഴിയുന്നവർ അറിഞ്ഞില്ല എന്ന് പറയുന്നത് പച്ചക്കള്ളല്ലേ, ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ അത് മനഃപൂർവ്വം അമ്മയുടെയും സഹോദരിയുടെയും ഒത്താശയോടുകൂടി തന്നെയാണ് ഇത്തരം പ്രവൃത്തി ചെയ്തിരിക്കുന്നത്. ഒരു സംശയവും അതിലില്ല. അതുകൊണ്ട് അതിൽ നടപടി ഉണ്ടാവണം. ഇപ്പം എന്തൊക്കെ നടപടികളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്? ഇപ്പോൾ ഇപ്പോൾ ലോക്കൗട്ട് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇവരെ വിദേശത്തേക്ക് മുങ്ങിയെന്ന് ഇവൻ തന്നെ പറയുന്നു. അതുകൊണ്ട് ഇനി ജർമ്മനിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ ജർമ്മനിയിൽ നിന്ന് അവനെ പിടികൂടുന്നതിനുള്ള നടപടി പോലീസ് മേധാവികൾ എടുത്തിട്ടുണ്ട്. ഒരച്ഛൻ എന്ന നിലയ്ക്ക് മകൾക്ക് ഇത്രയും ക്രൂരമായി പീഡിപ്പിച്ച ഒരു വ്യക്തിയെ എങ്ങനെ ശിക്ഷിക്കണമെന്നാണ് മനസ്സിൽ? അതായത് എന്ന് വെച്ചാൽ നമ്മൾ കേവലം ഒരു ബോധവൽക്കരണം നടത്തിയതുകൊണ്ട് കാര്യമില്ല, ഒരിക്കലുമില്ല. നമുക്ക് ഇത്തരം ആളുകൾക്ക് കടുത്ത ശിക്ഷ കൊടുത്തെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ആളുകൾ വേറെയും ഉണ്ടാവുമല്ലോ, അവർക്കൊരു പാഠമാവുകയുള്ളൂ. പക്ഷേ ഇപ്പോഴും ജയിലിൽ കൊണ്ടിട്ടാലും സുഖമായിട്ട് അത്രയും വർഷം ജയിലിൽ കിടക്കുമെന്നല്ലാതെ ഒരു ശിക്ഷയും അതിൽ കിട്ടുന്നില്ല. അതിനോട് യോജിക്കുന്നുണ്ടോ? അല്ല, അവന് ശിക്ഷ കൊടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ക്രൂരന്മാർ, ഈ തട്ടിപ്പ് വീരന്മാർ ധാരാളം ഉണ്ടാവും ഇവിടെ. അപ്പോൾ അവർക്കൊരു ഭയപ്പാടുണ്ടാവില്ലേ? അവൻ ജയിലിൽ കിടന്നുകൊണ്ട് ഞങ്ങൾക്കൊന്നും നേടാനൊന്നുമില്ല. പക്ഷേ ഒരു പാഠമാകണം മറ്റുള്ളവർക്ക്, സമൂഹത്തിനും ഒരു പാഠമാകണം. അതാണ് ഒരു പെൺകുട്ടിക്കും ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവരുത്. അതിനുവേണ്ടിയാണ് ഞാനിത് പുറത്ത് പറഞ്ഞത്. ഒരു അച്ഛൻ എന്ന നിലയ്ക്ക് മകളെ വിശ്വസിച്ച് ഏൽപ്പിച്ച അല്ലെങ്കിൽ കല്യാണം കഴിപ്പിച്ച് ഏൽപ്പിച്ചതിന് ശേഷം അത് പരാജയമായപ്പോൾ എന്താ തോന്നിയത്? നമ്മൾക്ക് അത്രയും ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ഏൽപ്പിക്കുമ്പോൾ അത്രയും നമുക്ക് സമാധാനമാണ്, അവള് സുരക്ഷിതമാണല്ലോ എന്നോർത്തിട്ട്. പക്ഷെ അതും പരാജയമായപ്പോൾ എന്താ ഒരു അച്ഛൻ എന്ന നിലയ്ക്ക്? അച്ഛൻ എന്ന നിലയ്ക്ക് എനിക്ക് ദുഃഖം മാത്രമാണ് അവശേഷിക്കുന്നത്. പക്ഷേ നിയമപരമായിട്ട് ഞാൻ പോരാടും. എന്തൊക്കെ വന്നാലും അവനെ കൊടുക്കും എന്ന് തന്നെ. അത് തീർച്ചയായിട്ടും. ഒരു പെൺകുട്ടിക്കും ഇനി ഇതേപോലെ സംഭവിക്കാൻ പാടില്ല. അല്ല, കല്യാണം കഴിഞ്ഞ് പോയതിന് ശേഷം ആ ചേച്ചിക്ക് ഈ ആൾക്ക് ഇതുപോലെ വേറെയും ബന്ധങ്ങളുണ്ട് എന്നൊരു സംശയം വന്നിട്ടുണ്ടായിരുന്നില്ലേ? അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? കല്യാണത്തിന് മുമ്പോ? അല്ല, കല്യാണത്തിന് ശേഷം. കല്യാണത്തിന് ശേഷം എന്ന് വെച്ചാൽ പിന്നീട് ഈ പത്രത്തിലൂടെയും അല്ലെങ്കിൽ ചാനലുകാരും പോലീസും ഒക്കെയാണ് പറഞ്ഞത്. അത് കേസായതിനു ശേഷമല്ല, അതിന് മുമ്പ് കല്യാണം കഴിഞ്ഞ വീട്ടിലേക്ക് പോയതിന് ശേഷം? ഇല്ല, അറിഞ്ഞിരുന്നില്ല. ചേച്ചിക്ക് ഒരു സംശയം തോന്നിയിരുന്നില്ല? ഇല്ല. അതായത് ഒരു പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും ഒരുപാട് കല്യാണ കാര്യങ്ങൾ വരും. അതേപോലെ കല്യാണ കാര്യങ്ങൾ വന്നിട്ടുണ്ട്, അത് ഒഴിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ള രീതി മാത്രമാണ് അറിഞ്ഞിട്ടുള്ളത്. അതിപ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതല്ലേ. ഇപ്പോൾ പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും കല്യാണ കാര്യങ്ങൾ വരുമില്ലേ, അത് ചിലപ്പോൾ ഒഴിഞ്ഞും പോകും. ചിലപ്പോൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതായിരിക്കാം, അതിനുശേഷവും ഒഴിഞ്ഞു പോകാം. അപ്പോൾ അത്തരത്തിൽ അതൊരു സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കുന്നില്ല. പക്ഷേ അവൻ വേറൊരു വിവാഹം കഴിച്ച ഈ കക്ഷി അത് ഡിവോഴ്സ് ചെയ്യാതെ എൻ്റെ മകളെ വിവാഹം കഴിച്ചു എന്നുള്ളതിലാണ് വേദന. അപ്പോൾ ഒരു തട്ടിപ്പല്ലേ അതിൽ നടന്നിരിക്കുന്നത്, അതിന് നടപടി ഉണ്ടാവണ്ടേ? അവൻ എൻ്റെ മകളെ ക്രൂരമായി മർദ്ദിച്ചു എന്നത് മാത്രമല്ല, അവൻ വിവാഹ തട്ടിപ്പ് വീരനാണെന്ന് കൂടിയുണ്ട്. മറ്റ് മദ്യം ഉപയോഗിക്കുന്നവനാണ്, മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവനാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഒരു ഫ്രോഡാണവൻ. അത്തരത്തിലുള്ള ആളുകളെ കടുത്ത ശിക്ഷ നൽകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്നും എനിക്ക് പറയാനില്ല. പറയാനുള്ളൊരു മാനസിക അവസ്ഥയല്ല. എൻ്റെ ഭാര്യയാണെങ്കിൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് റെസ്റ്റിലാണ്. അവൾ മാനസികമായിട്ട് തളർന്നിരിക്കുകയാണ്. ഇപ്പോഴും തലയ്ക്ക് ഭാരവും വേദനയുമുണ്ട്. ഒരു കൗൺസിൽ നടത്തണം, ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഇതാണ് ഇപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഉദ്ദേശിക്കുന്നത്. ഈ രാഹുലിൻ്റെ മറ്റ് വിവാഹത്തിൻ്റെ ആ പെൺകുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? ആ പെൺകുട്ടിയെ ഞാൻ ആ പെൺകുട്ടിയെ സംബന്ധിച്ച് കൂടുതൽ പറയുന്നത് ശരിയല്ലല്ലോ, കാരണം അതും ഒരു പെൺകുട്ടിയല്ലേ. ഏതായാലും ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചിട്ടുണ്ട്. അവൾ അറിഞ്ഞുകൊണ്ടായിരുന്നു ഇങ്ങനൊരു വിവാഹം? അതൊക്കെ എനിക്കറിയില്ലല്ലോ. അവൾ അറിഞ്ഞുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ലല്ലോ. എൻ്റെ മകൾക്കറിയില്ലല്ലോ, എനിക്കറിയില്ലല്ലോ. അങ്ങനെ വിവാഹം കഴിച്ച ഒരാൾക്ക് എൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കേണ്ട ഗതികേട് എനിക്കുണ്ടോ? അതില്ലല്ലോ. അപ്പോൾ ഇത് അറിഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യില്ലല്ലോ. ഇപ്പോൾ വാർത്തയായതിനു ശേഷം അറിഞ്ഞിരുന്നോ? വാർത്തയായതിനു ശേഷം ഇങ്ങനെ ഇവൻ വിവാഹം കഴിച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞു. അത് ആ പെൺകുട്ടിയെ കുറിച്ച് വിവരമൊന്നും പിന്നീട് അറിഞ്ഞില്ല? ഇല്ല, നമുക്കറിയില്ല. പത്രത്തിലും മറ്റ് ഇതൊക്കെ കണ്ടാണ് നമ്മൾ ഇങ്ങനെ വിവാഹം കഴിച്ചിട്ടുള്ളവനാണ്. അതിനെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അവൻ്റെ പശ്ചാത്തലം തീർച്ചയായിട്ടും അന്വേഷിക്കണം. എനിക്ക് ഇത്രയേ പറയാനുള്ളൂ.